നിയാദ് എന്ന് പറയുന്ന ഇവന് ആകെ കാണിച്ചത് എന്ന് വെച്ചാൽ ഈ ഷമീർ വാണം പെടുന്നതാണ്. ഷമീർ ഇതാക്കുന്നതാണ്. അല്ല, ഇന്ത്യൻ നിയമപ്രകാരം കൈ പിടിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ അത്രയേ ചെയ്തുള്ളൂ. പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേവരെ കുണ്ടൻ കളിച്ചിട്ടില്ല. നീ പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേവരെ കുണ്ടൻ കളിച്ചിട്ടില്ല. ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ തെളിയിക്കാൻ വേണ്ടി നടക്കുക. മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിച്ചു? അപ്പൊ തൊപ്പി താങ്കൾ പറഞ്ഞിരുന്നത് ഇതെല്ലാം വെച്ചുണ്ടാക്കിയതാണ്. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചതും ഇവൻ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചതും എല്ലാം രണ്ടുപേരും ചെയ്തത് ചെറ്റത്തരം തന്നെ. ആദ്യം മറ്റവൻ്റെ സാധനങ്ങളെല്ലാം വീഡിയോ എടുത്ത് അത് ബ്ലർ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കുറച്ചങ്ങ് കത്തിച്ചു. ദെൻ പിറ്റേ ദിവസം മറ്റവൻ വന്നിട്ട് ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞിട്ട് മാസമായിട്ട് വന്നിട്ട് വീഡിയോ കാണുന്നില്ല. മറ്റവൻ ബാക്കിലിരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ നിക്ക് അതും കണ്ടിട്ട് തന്നെ പോണേ മക്കള്. എടാ, അത് ഓടത്തോടാ വീഡിയോ. ഇതല്ല വീഡിയോ ഇങ്ങനെ തപ്പുവാണ്. എന്തൊക്കെ കോമഡി ഇവിടെ നടക്കുന്നത്. തൊപ്പി വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്ലർ ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ചെറ്റത്തരമാണോ? രണ്ടുപേരും ചെയ്തത് ചെറ്റത്തരമാണോ? എല്ലാവർക്കും ഓരോ കയറ് വീതം വാങ്ങിയും കൊണ്ട് തരട്ടെ. മറ്റവൻ്റെ സാധനം ലീക്കാക്കിയത് വളരെ മോശം. രണ്ടുപേരും ആരും നല്ലതല്ല കേട്ടോ. എല്ലാവരും ചെയ്ത ചെറ്റത്തരം തന്നെ. മോശം തീട്ടം, നല്ല തീട്ടം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെ. നിയാദ് എന്ന് പറയുന്ന ഇവന് ആകെ കാണിച്ചത് എന്ന് വെച്ചാൽ ഈ ഷമീർ വാണം പെടുന്നതാണ്. ഷമീർ ഇതാക്കുന്നതാണ്. അല്ല, ഇന്ത്യൻ നിയമപ്രകാരം കൈ പിടിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ അത്രയേ ചെയ്തുള്ളൂ. പിന്നെ അത് വീഡിയോ എടുത്തിട്ട് പബ്ലിക് ആക്കുന്ന പ്രശ്നം, അത് പ്രശ്നമാണ്. ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇതെങ്ങനെ ലീഗലി മൂവ് ചെയ്യുന്നൊന്നും അറിയില്ല, എന്താവുന്നൊന്നും അറിയില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരാളുടെ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ പബ്ലിക്കിലേക്ക് ഇട്ടതാണെങ്കിൽ ചിലപ്പം വലിയ പ്രശ്നങ്ങളൊക്കെ ആയേനെ. ഇതിപ്പം രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ കേസ് വരികയെന്നൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ പോക്സോ കേസുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഡ്രഗിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ കേസുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ കൈ പിടിച്ചതും കെട്ടിപ്പിടിച്ചതും മുത്തം വെച്ചതൊന്നും കേസാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ബാക്കി കാണാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ അവനെ നാട്ടിക്കാം. ഇതാണ് ഇവിടെ പ്രശ്നം. ഈ സാധനങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് സ്വന്തം സാധനം കൈ പിടിച്ചാൽ പോരെ, എന്തിനാ ഈ ബാക്കിയുള്ളവന്മാരുടെ കൈ പിടിക്കുന്നത്? പല സാധനങ്ങളും വീഡിയോസ് എടുത്ത് വെച്ചിട്ട് കൈ പിടിച്ചിട്ട് ഈ ഭീഷണിപ്പെടുത്തുന്നത്, ഈ ലൈവിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നത്, എക്സ്പോസ് ചെയ്യുന്നത് പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. ആദ്യം മറ്റേ ആൾ വന്ന്, മറ്റേ മമ്മു, കിമ്മു, സമീർ ഇവരെല്ലാം വന്ന് പറഞ്ഞു പൈസ തരുന്നില്ല, ഞങ്ങൾ അങ്ങനെ ആക്കുന്നു, ഷഡ്ഡി കഴുകിപ്പിക്കുന്നു, മറ്റതാണ് മറിച്ചതാണ്. പക്ഷേ ഇവൻ വന്നിട്ട് ഇതിനേക്കാളും വലിയ വെകിളിത്തരം കാണിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തൊപ്പി വന്നിട്ട് ഒരാളുടെ പ്രൈവറ്റ് വീഡിയോസ് ബ്ലർ ചെയ്തതാവട്ടെ വാട്ടവർ, ഒരിക്കലും അത് പബ്ലിക് ആക്കാൻ പറ്റൂല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത് ഈ മമ്മൂൻ്റെയും ഷമീറിൻ്റെ ഈ ഒരു വീഡിയോ ആണ്. ഒരു 7 തലമുറക്ക് അനുഭവിക്കാനുള്ള സാധനമുണ്ട്. അവൻ തന്നെ അവൻ്റെ ഇതിൽ ഒരു ലൈവിൽ പറയുന്നുണ്ട്, ഫാമിലിയുള്ള ആളുകളൊക്കെ കണ്ടു, പിന്നെ കല്യാണം നടക്കാൻ പോവാണ്, പെങ്ങളെ കല്യാണം നടക്കാൻ പോവാണ്, പിന്നെ അവന് ഗേൾ ഫ്രണ്ടും ഉണ്ട് പോലും. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ വള്ളിക്കേസ്, കൊള്ളി വെച്ച കേസെല്ലാം വേറെയുണ്ട്.
ഇവിടെ ശരിക്കും എന്താടാ നിങ്ങൾ ഇത്രയും കാലം അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയത്? എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ. എടാ നിഹാദ്, ഈ പോക്സോ കേസിന്റെ പെണ്ണ് കേസിന്റെ ഒക്കെ പ്രത്യേകത നിനക്കറിയില്ല. അത് നീ പറയണമെന്നോ അവര് പറയണമെന്നോ ഇരയാകപ്പെട്ട ആളുകൾ പറയണമെന്നോ ഇല്ല. വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ പല കേസുകളിലും ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന, പോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇത്രയും നേരമായിട്ട് നിന്നെ പൊക്കിക്കൊണ്ടുപോകാത്ത എന്തെങ്കിലും ഭാഗ്യം കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് പോരാത്തതിന് ഇവൻ തന്നെ പറയുന്ന വോയിസുകളാണ് മറ്റവന്മാർ പബ്ലിക് ആക്കിയിട്ടുള്ളത്. അതായത് ചെറിയ പെൺകുട്ടികളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന സാധനങ്ങൾ. അതും പോരാത്തതിന് വേറെ പല ബ്ലോഗിലുള്ള പല വീഡിയോസുകളിലുള്ള ആളുകളെ കുറിച്ചും പറയുന്നതായിട്ടുണ്ട്. വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവന്റെ വോയിസ് ആണെന്ന് പറഞ്ഞ് പബ്ലിക് ആക്കിയിട്ടുണ്ട്. അവിടെ കേസിന് പൊക്കാനുള്ളത്, പോക്സോ ആവാനുള്ളത് നീ തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനില്ലാത്തപ്പോ ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക്. എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവർ വന്ന മുതലുള്ള പ്ലാൻ ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരെല്ലാം എന്തെല്ലാം ഉണ്ടാവും? അതൊക്കെ പോട്ടെ, അത് ചിലപ്പം ഇനിയിപ്പോ നിന്റെ തന്നെ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്റെതല്ല അവർ കൊണ്ടുപോയി വെച്ചാന്ന് പറഞ്ഞാൽ യാതൊരുവിധ തെളിവും അവിടെ ഉണ്ടാവില്ല. ബട്ട് നിന്റെ സൗണ്ട് കൊണ്ട് ഞങ്ങളെ ചെവിയിലൂടെ ഞങ്ങൾ കേട്ടിട്ടുള്ള പല സാധനങ്ങളും അത് റിയൽ ആണെന്നുണ്ടെങ്കിൽ നീ ഒരു മഹാ ചെറ്റയാണ് സത്യത്തിൽ. കാരണം അത്രയും മോശമായിട്ടാണ്. പിന്നെ പോരാത്തിന് നീ ഒരു വിവരമില്ലാത്തവനാണ്. ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇത്രയും വലിയൊരു ഗ്യാങ് കൊണ്ടു നടക്കുമ്പോൾ എവിടുന്നോ വന്നിട്ട് അയ്യോ എന്നെ ഗ്യാങ് കയറ്റോ, എനിക്കൊന്നും തരണ്ട, 3 നേരം ഫുഡ് തന്നാൽ മതി, ഇനി ഫുഡ് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ AJ കിച്ചുട്ടൻ ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പ്രഷർ സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ചിരിച്ചു കളിച്ച് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. തൊപ്പിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിമിന് വേണ്ടിയിട്ടോ വേറെ ഒന്നിനും വേണ്ടിയിട്ടോ അല്ല, കുറച്ച് കാലം നിങ്ങളുടെ കൂടെ ഒന്ന് ഹാപ്പി ആയിരിക്കണം എന്നുണ്ട്. ഞാൻ വല്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് സൗണ്ടിൽ നിന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും പറ്റാത്ത അത്ര മൈൻഡായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ വേറെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ ഒരു പൈതലിനെയും വെച്ചിട്ട് വിജയിനെ കാണാൻ പാഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്തൊരുത്തന്. നിലമ്പൂരിന്ന് ചുങ്കത്തർന്ന് യാത്ര തുടങ്ങിയപ്പോ അതാണ് വണ്ടൂര് എത്തിക്കാണ്. 16.5 കിലോമീറ്റർ താണ്ടിട്ട് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. ഈ അടുത്തിട്ട് അവിടുന്ന് പോലീസുകാരെല്ലാം പിടിച്ച് ആ കലമ്പായി. അവനെല്ലാം അവിടെ വന്നിട്ട് കയറി തൂറി മെരുകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം അയ്യോ ഞങ്ങളെ ഒന്ന് ആ ഗ്യാങ് കയറ്റണേ, ഞങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഭക്ഷണം തന്നെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ജഗ്ള ഗ്യാങ്ങിനത് കയറ്റി തന്നാ മതി, ജഗ്ള സ്വപ്നം പൂവടിയാൻ വേണ്ടിയിട്ടാണ് എന്തെല്ലാം പറഞ്ഞ് വന്നതാ. ഒരുപാടുണ്ട്. ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം, ക്ലീനിങ് ഞാൻ ചെയ്തോളാം, ഞങ്ങളൊന്ന് സൈഡിൽ ഇങ്ങനെ ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് വന്നാ ഓർമ്മയുണ്ടോ? ഇവന്മാരെല്ലാരെയും കൂടെ കൂട്ടി ഒരു വീട്ടിലിട്ട് നീ നിന്റെ തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചപ്പോൾ നിനക്ക് ബോധമില്ലായിരുന്നു ഇത് നാളെ പുറത്തു പോകുന്നത്. അതും എവിടുന്നോ വന്ന് കയറിയ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം പരിചയമുള്ള ആളുകൾ, ജനിച്ച മുതൽ നമ്മളെ കൂടെയുള്ള ആളുകൾ 10, 40, 50 വയസ്സ് വരെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചാമ്പുന്നു. എൻ്റെയൊക്കെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന പലരും എന്നെ ചാമ്പി അടിച്ചു തന്നു പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപേൻ്റെ കേസുകളിൽ, ലക്ഷക്കണക്കിന് രൂപയുടെ കേസിൽ അടിച്ചു തന്നു പോയിട്ടുണ്ട്, മണലിട്ട് അടിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇവൻ ഈ 2 മാസം 3 മാസം എല്ലാം പരിചയമുള്ളവന്മാരെ മുമ്പിൽ വെച്ചിട്ട് പല ബ്ലോഗിൽ കണ്ടിട്ടുള്ള പിന്നെ പല പെൺപിള്ളേരുടെ കേസുകളും ഡ്രഗ്സിൻ്റെ കേസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞത്. അവന്മാരൊക്കെ അത് ഫോണിൽ റെക്കോർഡ് ചെയ്തെടുത്തു. വീഡിയോ എടുക്കാൻ വേറൊരുത്തന്, വോയിസ് എടുക്കാൻ വേറൊരുത്തന്, എന്നിട്ട് അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ലൈവിൽ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്ത് അവിടുന്ന് വീഡിയോ മിസ്സായി. എടാ ഒന്ന് ഇരുന്ന് കാണിച്ചു കൊടുക്കടാ ആരെങ്കിലും, നമുക്ക് കഴിയുന്നില്ല ഇത് പിരാന്ത്. ആ നിനക്ക് എന്തോ പറയാനല്ലേ, കാര്യങ്ങൾ പറ. ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു ആ മറ്റേ കേസായിരിക്കും, ബെഡിലുള്ള കേസ്. സോഷ്യൽ മീഡിയ ഒന്നും പോവില്ല, സോഷ്യൽ മീഡിയ ഒന്നും ഒരിക്കലും പോവില്ല. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമ്മൾ കാണിച്ചു വെച്ച അപരാധങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടാവും. എന്തായാലും അപരാധമാണ് കാണിച്ചത് എല്ലാവരും, ഒരാളെന്നില്ല, എല്ലാവരും അപരാധം കാണിച്ചവരാ. ഒരാളെ അങ്ങനെ കുറച്ച് കാണാനോ കൂട്ടി കാണാനൊന്നും പറ്റില്ല. അപരാധം
അൾട്രാ പ്രോ മാക്സ് ഗ്യാങ് ആയിരുന്നു. അതെന്തായാലും തല്ലി പിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റവൻ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കൂ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. തെളിയിക്കുമായിരിക്കും, തൊപ്പി അത് തെളിയിക്കുമായിരിക്കും. എന്തായാലും കേരളക്കര കാത്തിരിക്കുന്ന ആ ഒരു അസുലഭ മുഹൂർത്തത്തിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.